ആരിഫ് ഹുസൈൻ നിരായുധരായ ഒരു സംഘത്തിന് നേരെയാണ് ആൾമാറാട്ടം നടത്തി എത്തിയ ഭീകര നിറയൊഴിച്ചത്. സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല. അവിടെയുള്ള കശ്മീരിൽ, ജമ്മുവിലും കാശ്മീരിലൊക്കെയുള്ള നാട്ടുകാർക്ക് നേരെ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല സൈനികരെ ആക്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വിനോദസഞ്ചാരികളെ തന്നെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് ഭാരതം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത അറിഞ്ഞ ഉടൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലത്തേക്ക് തിരിച്ചത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഭീകരാക്രമണത്തെ? ഈ ഒരു ആക്രമണം മാത്രമല്ല, ഇതിന് തൊട്ട് മുന്നേ നമ്മളൊരു പിൽഗ്രിം ഒരു ഗ്രൂപ്പ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന റെയ്സി എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് നേരെയും ഒരു ആക്രമണം നടത്തിയത് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, അതിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെ ഇത് ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ അത് നമ്മളിവിടെ കാണുകയാണ്. തീവ്രവാദികൾ പൊതുവെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെററൈസിങ് ഓപ്പറേഷൻസ് അത് ഏറ്റവും കൂടുതൽ ടെറർ ഉൽപ്പാദിപ്പിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ ഇടയിലാണെന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പോക്ക് റീജിയനിൽ ഹമാസ് അവരുടെ ചില ആളുകൾ വന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ ഇതുപോലെയൊക്കെയുള്ള ആളുകളുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി ഓപ്പറേഷൻ നമ്മൾ അൽ അക്സ കോൺഫറൻസ് എന്നൊക്കെ പേരിട്ടിട്ടൊക്കെയാണ് അത് ചെയ്തതായിട്ടാണ് അറിയുന്നത്. ഇതേ പേര് തന്നെയായിരുന്നു നമ്മളുടെ ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ ആ സമയത്ത് ഒക്ടോബർ 7 അവർ നടത്തിയ ഓപ്പറേഷൻ അവരുടെ പേര് ഇതേ പേര് തന്നെയായിരുന്നു. അപ്പോൾ അതിലെന്താ നമ്മൾ കണ്ടത്? സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ പാട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ കടന്ന് ചെന്നുകൊണ്ടാണ് 10,200 ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത്. അതോടൊപ്പം തന്നെ അടുത്തുള്ള മറ്റു പല കിബിറ്റ്സുകളിലും കടന്നു ചെന്നുകൊണ്ട് അക്രമം അഴിച്ചുവിട്ടത് നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ പാറ്റേൺ എന്താണ്? അത് ഈ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുക, അത് ടെററൈസ് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, അത് നാട്ടുകാർക്ക് പ്രചരിപ്പിക്കുക, ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇടുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിവിലിയൻസിനെ ഇതുപോലെ ചെയ്ത് ഒരു ടെറർ അഴിച്ചു വിട്ടുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ കാശ്മീരിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് പ്രധാനമായിട്ടും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. നമ്മൾ പറയാറുണ്ട് ലാൽ ചൗക്കിൽ നാളുകൾക്ക് ശേഷം അവിടെ ഒരു ത്രിവർണ്ണ പതാക ഉയർന്നു വന്നതിനെ കുറിച്ചും അത് ഇന്നും അവിടെ പറക്കുന്നതിനെ കുറിച്ചും, പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കമുള്ള ആളുകൾ അവിടേക്ക് വിനോദയാത്ര പോയി കഴിയുമ്പോൾ അവിടെ നിന്നും ചിത്രങ്ങൾ അയച്ചു തന്നുകൊണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടൊക്കെ പറയുന്ന ഒരു കാഴ്ചയുണ്ട്. കാശ്മീർ ഇപ്പോൾ പണ്ടത്തെ കാശ്മീർ അല്ല എന്നുള്ളത്. അപ്പോൾ ഇത് നരേന്ദ്രമോദി പറയുമ്പോഴാണ് പ്രശ്നം. ഇത് നാട്ടുകാർ തന്നെ നേരിട്ട് പോയി കണ്ട് അതിൻ്റെ അനുഭവം പങ്കുവെക്കുന്നത് നമ്മളിവിടെ കണ്ടിട്ടുള്ളപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അവിടെ ടെറർ ആക്ടിവിറ്റീസും അത് ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു പൊതുജനവും അതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് കശ്മീരികളായിട്ടുള്ള ആളുകൾ തന്നെ അത് പറയുന്നത് നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്നു. ടെറർ ഇൻസിഡൻസ് കുറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ സ്പൊറാഡിക്കായിട്ട് ഇതുപോലുള്ള ഒറ്റയും തെറ്റയുമായി കൊണ്ടുള്ള അറ്റാക്സ് അവിടെ നടത്തിക്കൊണ്ടേയിരിക്കുക, അവരുടെ സാന്നിധ്യം അവിടെ അറിയിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. കാരണം എന്താണ്? അവരുടെ ബിഗർ ഗോൾസ് ഉണ്ട്. ആ ബിഗർ ഗോൾ എന്ന് പറയുന്നത് ഒന്ന് കാശ്മീർ തന്നെയാണ്, രണ്ട് ഇന്ത്യ മൊത്തം പിടിക്കുക എന്നുള്ള ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സാധനം ഈ പറയുന്ന ഈ കൂട്ടരായിട്ടുള്ള ആളുകളുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിദൂര ലക്ഷ്യം തന്നെയാണ്. അത് എന്താണ് ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് നടപ്പിലാക്കിയിരിക്കണം. അതൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് അവർ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അതിപ്പോ ഒരു വിപരീത കാലാവസ്ഥ, മോദി അവിടെ ഉണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട് എന്നതിന്റെ പേരിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇടാം, അല്ലെങ്കിൽ ഒന്ന് പതുക്കെ പോകാം. പക്ഷെ അപ്പോഴും നമ്മളിവിടെ ഉണ്ടാകണം, നമ്മളെ പരിശീലനം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം, നമ്മൾ ഇതിനുള്ള ടെററൈസിങ് ആക്ടിവിറ്റീസ് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലാണ് നമ്മൾ ബിഗർ ഗോൾസിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സംഗതി അതവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇന്ന് ഈ വാർത്ത വരുന്നതിനൊക്കെ മുന്നേ സാന്ദർഭികമായിട്ട് മറ്റൊരു വിഷയം പറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ സഹപ്രവർത്തകരായിട്ട് സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് രാജ്യത്തെ എത്ര വേണമെങ്കിലും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം, എത്രമാത്രം വികസിത രാജ്യമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയെ മാറ്റാം. പക്ഷേ നിങ്ങൾ ടെററിസം എന്ന് പറയുന്ന ഒരു വിഷയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ രാത്രി മതി ഈ പറയുന്ന സാധനം തകിടം മറിയാൻ എന്ന് നമ്മൾ പറയാണ്. കാരണം നമ്മളുടെയൊക്കെ അനുഭവത്തിൽ ഈ ഒരു വിഷയത്തെ, ഈ ടെററിസം എന്ന് പറയുന്ന ഇസ്ലാമിക് ടെററിസം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വൈകുക, മടിക്കുക, അല്ലെങ്കിൽ അതിനെ അലംഭാവം കാണിക്കുന്ന ഏത് രാജ്യവും നിങ്ങളെടുത്ത് നോക്കിക്കോളും, അവരുടെ നില ഇന്ന് കുട്ടിച്ചോറായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയപരമായിട്ട് കുട്ടിച്ചോറാകുന്നു, അത് സാമ്പത്തികമായിട്ട് കുട്ടിച്ചോറാകുന്നു, അതുപോലെ തന്നെ അവരുടെ സാമുദായികമായ നിലനിൽപ്പ്, അതിലുള്ള ഒരു അരക്ഷിതാവസ്ഥ, അതുപോലെ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ടെൻഷൻസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിച്ചോറാകാൻ വേറെ ഒരു കാരണം വേണ്ട. നിങ്ങളൊരു പട്ടിണി രാജ്യമാണെങ്കിൽ പോലും, ടെററിസം ഇല്ലെങ്കിൽ പോലും
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. കാരണം അങ്ങനെ അഫക്റ്റഡ് അല്ലാത്ത പല രാജ്യങ്ങളുണ്ട്, വലിയ സാമ്പത്തിക ശക്തിയൊന്നുമല്ല. ഇപ്പോൾ വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും ലാവോസ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളടക്കം അവർ ഇത്രയും വലിയ പ്രശ്നമില്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ചെറിയ രാജ്യങ്ങളാണെങ്കിലും സാമ്പത്തികമായിട്ട് വലിയ ശക്തികളല്ലെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട്. പക്ഷേ അത്തരമൊരു ഒരു സ്ഥിതിവിശേഷം, അതിലേക്കൊരു തീവ്രവാദം കൂടി കടന്നു വന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും. ഇതാണ് നമ്മൾ കാണുന്നത്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ്, ബംഗ്ലാദേശ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ്. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളുള്ളപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു സംഭാഷണത്തിൽ പങ്കുവച്ച അതേ കാര്യമാണ്. നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ് ഈ ടെററിസം എന്ന് പറയുന്നത്. ഈ ഒരു അറ്റാക്കും അതിലുണ്ടായിട്ടുള്ള അവരുടെ രീതി, ഇപ്പൊ അറിയാൻ കഴിയുന്നത് അവരുടെ മതം ചോദിച്ചിട്ട് വെടിവെച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, അതിന്റെ വാർത്തകൾ വരട്ടെ. എന്തായാലും അതും ചോദിക്കാൻ മടിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയാ. കാരണം ഇതിന്റെ ഈ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്യം വെച്ച് ജിഹാദ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫിഡൽസിനെ കൊല്ലുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ കൊല്ലേണ്ട കാര്യം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും അത് സ്പെയർ ചെയ്യും. കാരണം ഖുറാനിലടക്കം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ 9:5 എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും ആളുകൾക്കൊക്കെ നിഷേധിക്കണമെങ്കിൽ വെല്ലുവിളിയായിട്ട് തന്നെ ഞാൻ ഇവിടെ വെക്കുകയാണ്. നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കുക, ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഈ പറയുന്ന കാഫറുകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പതിയിരിക്കുക, അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊന്നേക്കുക എന്ന് പറയുമ്പോൾ അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരേക്കും അവരെ യുദ്ധത്തിന് നിങ്ങൾ അവരുമായിട്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ ഇതൊന്നും ഡിഫൻസ് അല്ല ഈ പറയുന്നത്, ഇതെല്ലാം ഒഫൻസീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഇവിടെ ഒരു വിവേചനമുണ്ട്. ആ വിവേചനം എന്ന് പറയുന്നത് മുസ്ലിമിനെ സ്പെയർ ചെയ്യുക, കാഫിറുകളെ പിൻ പോയിന്റ് ചെയ്ത് ചെയ്യുക, പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, ഇത് പ്രത്യേകിച്ച് നിങ്ങളെ ആക്രമിക്കാൻ വന്നതിന്റെ പേരിൽ ചെയ്യണമെന്നൊന്നും അല്ല ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യുദ്ധമൊക്കെ കഴിഞ്ഞ് കാറ്റും കൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ഈ ഖുറാനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പറയേണ്ടി വരികയാണ്, മതം ഇവിടെ പറയേണ്ടി വരികയാണ്. കാരണം ഇവർ ജിഹാദ് എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ആ ജിഹാദിന്റെ പിന്നിലുള്ളത് മതമാകുമ്പോൾ നമ്മൾ പറയേണ്ടി വരുന്നു. അപ്പോൾ ഇപ്പോൾ ചോദിച്ച ചോദ്യവും ഇതിന്റെ ലക്ഷ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതിപ്പോൾ പുതിയ സംഭവം അല്ലല്ലോ നമ്മൾ ഈ ചോദ്യം പുതിയതായിട്ട് ചോദിക്കാൻ. ഇത് എന്നോ ഉള്ള കാര്യമാണ്. ഇതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഈ സിസ്റ്റം ഇപ്പോഴും ഈ സാധനത്തിന് എത്ര മാത്രം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിന് എത്ര മാർക്ക് കൊടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാ ഒരു 60 മാർക്കേ ഞാൻ ഇപ്പോഴും കൊടുക്കുള്ളൂ. ഇന്ത്യ ഇപ്പോഴും ഈ വിഷയത്തിൽ ഇതിന്റെ ഈ നമ്മളെ ഹോം മിനിസ്ട്രി അതുപോലെ ഡിഫൻസ് ഒക്കെ ആണെങ്കിലും ഇതിനെ മനസ്സിലാക്കുന്നതിൽ, ഇതിനെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിലും എത്രമാത്രം എക്യുപ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രമാത്രം അതിലേക്ക് ഫോക്കസ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100-ൽ 60 മാർക്കേ ഞാൻ എപ്പോഴും കൊടുക്കുകയുള്ളൂ. കാരണം ബാക്കി പിന്നെയും കിടക്കുകയാണ്. കാരണം ഇത് ഒരു 90 മാർക്കെങ്കിലും നമുക്ക് കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയാലല്ലാതെ ഈ സാധനത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതിന് വേണ്ട പണി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതിന് വേണ്ട സർജിക്കൽ സ്ട്രൈക്സ് നടത്തിയേ പറ്റുള്ളൂ. അതിനെ നമ്മൾ അവിടെ ഒരു ഇസ്രായേലിനെ തന്നെ മാതൃകയാക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം ഇന്നും നമ്മളിവിടെ പറയുമ്പോൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഹമാസ് ഇവിടെ കാശ്മീരിൽ വന്ന് പോയി എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്നും നമ്മൾ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും അതിനെ താലോലിക്കുന്ന ആളുകൾക്കുള്ള എല്ലാ വഴി ഒരുക്കിയിട്ടുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലെങ്കിലും ഞാൻ പറയാ, ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകളെ അതിന് തീവ്രവാദ സംഘടനയായിട്ട് തന്നെ ഇന്ത്യയിൽ നിരോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിന് പിന്തുണ കൊടുക്കുന്ന ആളുകൾ ഇന്ത്യയിൽ അകത്തു നിന്ന് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്ന് ഇടുക, അതിനുള്ള പണികൾ നമ്മൾ ചെയ്തു വെക്കുക. അതുകൂടെ തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഒരു ദയം കാണിക്കാൻ പറ്റില്ല. ടെററിസം നമ്മൾ എത്ര പുരോഗതി നമ്മൾ നേടിയാൽ പോലും ഒരു രാത്രി കൊണ്ട് അത് തകിടം മറിക്കാൻ പറ്റിയ സംഗതിയാണ് ഈ ടെററിസം പറയുന്നത്. നമ്മുടെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം പ്രവാസിയായി വലിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് പോയി. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നോക്കിയിട്ട് പോയത് ആഫ്രിക്കയിലെ ഒരു സുഡാനിലേക്കാണ് പോയത്. സുഡാനിലേക്ക് അവിടെ പോയ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്, വലിയ തോതിൽ കുഴപ്പമൊന്നുമില്ലാതെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു രാജ്യം, കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു കച്ചവടം തുടങ്ങുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞില്ല, അവിടെ ഈ പറയുന്ന പോലെ ഒരു ജിഹാദി പ്രശ്നം തന്നെയാണ് അവിടെ തുടങ്ങി വെക്കുന്നത്. ജിഹാദികൾ തന്നെയായിരുന്നു അതിൻ്റെ പിന്നിൽ. ഇന്ന് ആ രാജ്യം കുട്ടിച്ചോറാണ്. അദ്ദേഹത്തിന് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവൻ നമുക്കറിയുന്ന നേരിട്ടുള്ള ഒരു കൂട്ടുകാരന് സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. തിരിച്ചു ഓടേണ്ടി വരികയാണ്. അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും അവരുടെ സാമ്പത്തിക സ്ഥിതി, പൊളിറ്റിക്കൽ സ്ഥിതി, ഇതിനെല്ലാം അസ്ഥിരമാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ടെററിസം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ നമ്മളുടെ പ്രോബ്ലംസ് ലിസ്റ്റിൽ, പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വെച്ച് അതിന് വേണ്ട പണി നമ്മൾ ചെയ്യാൻ ഉള്ളൊരു വാണിംഗ് ആയിട്ട് ഇതെങ്കിലും നമ്മൾ എടുക്കണം എന്നാണ് പറയുക. ഇനിയും ഇതുപോലെ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നു തള്ളിയാൽ അല്ലാതെ നമ്മൾ പഠിക്കില്ല എന്നുള്ളൊരു നിലപാട് വന്നാൽ
അത് ശരിയല്ല. നമ്മൾ ഇനി ഒരാൾ പോലും ഇതുപോലെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. അത് ഏത് തരം പ്രശ്നമായാലും ശരി, ഇത് പ്രത്യേകിച്ചും. അവിടെ പ്രയോറിറ്റി നമ്മൾ ഇതിനെ തന്നെ കൊടുക്കണം. മറ്റുള്ള പ്രശ്നമില്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളോട് തൽക്കാലം മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിത് പറയണം. ടെററിസം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. നമുക്ക് ഇത്ര വലിയ ഡെവലപ്ഡ് രാജ്യം അല്ലെങ്കിൽ പോലും ടെററിസം ഉണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം, അത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്.